7. കണ്ണഴി മൂർക്കില്ലാത്ത മനയ്ക്കൽ സൂരി നമ്പൂതിരിപ്പാട്. ഈ കഥയെക്കുറിച്ച് ശരിയായും സത്യമായും ഒരു പുസ്തകമുണ്ടാക്കാൻ ഉറച്ച് ആരംഭത്തിൽ തന്നെ ആ പുസ്തകത്തിൽ കാണിപ്പാൻ പോവുന്ന വല്ല സംഗതികളാലും വല്ലവർക്കും വല്ല സുഖക്കേടോ പരിഭവമോ ഉണ്ടാവാൻ ഇടയുണ്ടോ എന്ന് ആ ഗ്രന്ഥകർത്താവ് ആലോചിപ്പാൻ സാധാരണ ആവശ്യമില്ലാത്തതാകുന്നു. എന്നാൽ മലയാളത്തിൽ ഇതൊരു പുതുമാതിരി കഥയാകയാൽ എന്റെ വായനക്കാരിൽ ചിലർ ഈ പുസ്തകത്തിൽ കാണുന്ന വല്ല സംഗതികളിലും ഒരു സമയം അബദ്ധമായി എന്റെ വിചാരവും ഉദ്ദേശവും ധരിച്ചു പോവാൻ ഇടയുണ്ടാവുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നതിനാൽ അതിനെപ്പറ്റി ഇവിടെ അല്പമൊന്ന് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണെന്ന് വിചാരിക്കുന്നു. ഈ അധ്യായത്തിലും ഇനി വരുന്ന ചില അധ്യായങ്ങളിലും കുറെ അവ്യവസ്ഥിത മനസ്സുകാരനും സ്ത്രീലോലനുമായ ഒരു നമ്പൂതിരിപ്പാടിന്റെ കഥയെക്കുറിച്ച് പറയേണ്ടി വരുന്നു. എനിക്ക് മലയാളത്തിൽ നമ്പൂതിരിമാരെക്കാൾ അധികം ബഹുമാനമുള്ളവർ ആരുമില്ല. അവരിൽ അതിബുദ്ധിശാലികളും സമർത്ഥന്മാരുമായ പലരെയും ഞാൻ അറിയും. അതിൽ ചിലർ എൻ്റെ വലിയ സ്നേഹിതന്മാരായിട്ടുമുണ്ട്. ഏതു ജാതിയിലും മനുഷ്യർ സമർത്ഥന്മാരായും വിഡ്ഢികളായും ബുദ്ധിമാന്മാരായും ബുദ്ധിശൂന്യന്മാരായും സത്തുക്കളായും അസത്തുക്കളായും കാണപ്പെടുന്നുണ്ട്. അതുപ്രകാരം തന്നെയാണ് നമ്പൂതിരിമാരിലുമുള്ളത്. ഈ കഥയിൽ കാണുന്ന നമ്പൂതിരിപ്പാട് കുറെ അമാന്തക്കാരനാണെങ്കിലും അദ്ദേഹത്തോടുകൂടി തന്നെ എൻ്റെ വായനക്കാർക്ക് പരിചയമാവാൻ പോകുന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ സാമർഥ്യവും രസികത്വവും ഓർത്താൽ സാധാരണ ശ്ലാഘനീയന്മാരായും മലയാളത്തിൽ അത്യുത്കൃഷ്ടസ്ഥിതിയിൽ വെക്കപ്പെട്ടിട്ടുള്ളവരുമായ നമ്പൂതിരിമാരെയും പരിഹസിക്കണമെന്നുള്ള ഒരു ദുഷ്ടവിചാരം എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് എൻ്റെ ബുദ്ധിമാന്മാരും നിഷ്പക്ഷവാദികളുമായ വായനക്കാർക്ക് ധാരാളമായി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിൽ ഈ മാതിരി കഥകളിൽ പറയപ്പെടുന്നവർ എല്ലാം പല സ്ഥിതിയിലും ഇരിക്കുന്ന യൂറോപ്യൻ സ്ത്രീ പുരുഷന്മാരാണ്. ചില പുസ്തകങ്ങളിൽ ഈ കാലം ജീവനോടുകൂടിയിരിക്കുന്ന മഹാന്മാരായ ചില സായിപ്പന്മാരെ കൊണ്ടുകൂടി ദൂഷ്യമായോ പരിഹാസമായോ ശ്ലാഘിച്ചിട്ടോ ചിലപ്പോൾ പറയപ്പെട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു കഥയിൽ ദുഷ്ടവിചാരം കൂടാതെ ഈ വക പ്രസംഗങ്ങൾ ചെയ്യുന്നതിന്മേൽ യൂറോപ്പിൽ ആർക്കും പരിഭവമോ ഷണ്ഠയോ ഉണ്ടായി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയപ്പെടുന്ന സംഗതികൾ നിമിത്തം ആർക്കും പരിഭവമുണ്ടാകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേശവൻ നമ്പൂതിരി പഞ്ചുമേനോന് വായിച്ചു കേൾപ്പിച്ച എഴുത്ത് മേൽപ്പറഞ്ഞ സൂരി നമ്പൂതിരിപ്പാട്ടിലെ എഴുത്തായിരുന്നു. കണ്ണഴി മൂർക്കില്ലാത്ത മന മലയാളത്തിലെങ്ങും പ്രസിദ്ധപ്പെട്ട ഒരു മനയും സമ്പത്തിലും ഉത്കൃഷ്ടതയിലും നിസ്തുല്യമെന്ന് പറയപ്പെട്ടു വന്നതുമാകുന്നു. ഈ മനയിലെ കുബേരന്മാരായ നമ്പൂതിരിപ്പാടന്മാരിൽ രണ്ടാമത്തെ ആളാണ് സൂരി നമ്പൂതിരിപ്പാട്. എങ്കിലും അപ്പൻ നമ്പൂതിരിപ്പാട് വയോധികനും രോഗിയുമായിരുന്നതിനാൽ മനവക സകല കാര്യങ്ങളും നോക്കിവരാൻ നിശ്ചയിക്കപ്പെട്ട ആൾ സൂരി നമ്പൂതിരിപ്പാടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ കഥ നടന്ന കാലത്ത് 45 വയസ്സ് പ്രായമാണ്. ചെറുപ്പം മുതൽക്കേ മനവക കാര്യങ്ങൾ നോക്കേണ്ടതിനാക്കിയതിനാൽ വിദ്യാഭ്യാസം ഉണ്ടായില്ല. ഇദ്ദേഹം ജാത്യ വളരെ സ്ത്രീലോലനായിരുന്നു. വേളി കഴിച്ചിട്ടില്ല. അപ്പൻ നമ്പൂതിരിപ്പാട് എത്ര തിരക്കിയിട്ടും വേളി കഴിക്കാതെ തന്നെ ഇതുവരെ ഇദ്ദേഹം കഴിച്ചു. അനുജന്മാർ 2 ആൾ വേളി കഴിച്ചിട്ടുണ്ട്. അത് സംഗതിയാക്കി പറഞ്ഞ് താൻ യഥേഷ്ടം ശൂദ്രസ്ത്രീകളുടെ ഭർത്താവായിട്ട് തന്നെ കാലം കഴിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ദേഹത്തെക്കുറിച്ച് ആപാദചൂഢം വർണ്ണിക്കുവാൻ ഞാൻ ഭാവിക്കുന്നില്ല. ആൾ നല്ല വെളുത്ത നിറത്തിലാണെങ്കിലും സൗന്ദര്യമാവട്ടെ ശ്രീയാവട്ടെ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ലേശം പോലും ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ കേവലം വിരൂപനാണെന്ന് പറവാൻ പാടില്ല. ഇദ്ദേഹത്തെ പോലെയുള്ള ദേഹസ്വഭാവം പക്ഷേ 1,00,000 പേർക്ക് മലയാളത്തിൽ കാണാം. അവയവങ്ങളിൽ യാതൊന്നിനും വിശേഷവിധിയായി ഒന്നുമില്ല. സൗന്ദര്യവും കലശലായ വൈരൂപ്യവും ഒരവയവത്തിനുമുണ്ടെന്ന് പറവാൻ പാടില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ദേഹസ്വഭാവത്തിലും പ്രകൃതത്തിലും 2-3 സംഗതികൾ മാത്രം വിശേഷവിധിയായി പറയേണ്ടതുണ്ട്. ഇദ്ദേഹം ചിരിക്കുമ്പോൾ വായ 2 കവിൾത്തടങ്ങളിലെത്തി അവിടുന്ന് കവിഞ്ഞ് നീണ്ടു നിൽക്കുന്നുണ്ടോ എന്ന് കാണുന്നവർക്ക് തോന്നും. നാസിക ശരിയായിട്ട് തന്നെ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ആ മുഖത്തിന് മതിയായില്ല എന്ന് തോന്നും. നടക്കുന്നത് ചാടിച്ചാടിക്കൊണ്ട് കാക്കകളെപ്പോലെയോ എന്ന് തോന്നും. ഇദ്ദേഹം സ്ത്രീഭ്രാന്തനാണെന്ന് ആദ്യത്തിൽ പറഞ്ഞുപോയതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അത്ര അധികം പറയേണ്ടതില്ല. ധനവാന്മാരായ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ അതിയായ ചാബല്യമുണ്ടായാൽ പിന്നെ അവരുടെ വേറെയുള്ള സ്വഭാവത്തെപ്പറ്റി അധികം പറവാനുണ്ടാവുന്നതല്ല. അവരുടെ എല്ലായ്പ്പോഴുമുള്ള വിചാരവും പ്രവൃത്തികളും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചല്ലാതെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് മനവക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾ എന്ന പേർ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് മാസപ്പടിക്കാരായ കാര്യസ്ഥന്മാരായിരുന്നു. അവരിൽ ചിലരുടെ സാമർഥ്യം കൊണ്ട് കാര്യങ്ങൾ ഒരുവിധം ശരിയായി തന്നെ നടന്നുവരുന്നു എന്ന് പറയാം. ഇദ്ദേഹം സൂക്ഷ്മത്തിൽ ശുദ്ധ മനസ്സാണ്, നിഷ്കന്മനുഷ്യനാണ് എങ്കിലും ശീലത്തിന്റെ ദുർഗുണം കൊണ്ട് ശുദ്ധനാണെന്ന് അധികം ആളുകൾക്ക് സാധാരണയായ അഭിപ്രായമുണ്ടായിരുന്നില്ല.
സാധാരണ അറിവും പഠിപ്പുമില്ലാത്ത ധനവാന്മാർക്കുണ്ടാവുന്ന പോലെ തന്നെപ്പറ്റി ഇദ്ദേഹത്തിന് വലിയ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. താൻ കാര്യത്തിന് അതിനിപുണനാണെന്ന് തന്റെ സേവകന്മാരായ കാര്യസ്ഥന്മാരും, കണ്ടാൽ മന്മഥനെപ്പോലെ സുന്ദരനാണെന്ന് താൻ സഹവാസം ചെയ്തിട്ടുള്ള കുലടന്മാരും ഈ ഭോഷച്ചാരെ നല്ലവണ്ണം പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. മുഖസ്തുതി കേട്ട് കേട്ട് താൻ ഒരു മഹാപുരുഷനാണെന്ന് ഇദ്ദേഹം മനസ്സിൽ തീർച്ചയാക്കി വെച്ചിരുന്നു. പണം പിടുങ്ങുവാൻ സാമർഥ്യവും ദൗഷ്ട്യവുമുള്ള വ്യഭിചാരികളായ സ്ത്രീകൾ തന്റെ ദേഹകാന്തിയെപ്പറ്റി തന്നോട് പറഞ്ഞുവരുന്ന ഭോഷ്കുകളെല്ലാം ഈ സാധു വാസ്തവത്തിൽ തനിക്കുള്ള ഗുണങ്ങളാണെന്ന് കരുതി തന്നെ ഞെളിഞ്ഞിരുന്നു. വയസ്സു 45 ഈ ധാഷ്ട്യത്തിന് ലേശം കുറവില്ലായിരുന്നു. തമ്പുരാന്റെ തിരുമേനി കാണാതെ ഒരു കാണി നേരം അടിയനിരിക്കില്ല എന്നൊരുത്തി എപ്പോഴോ ഒരിക്കൽ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ശിലാരേഖ പോലെ കിടക്കുന്നു. തമ്പുരാന്റെ തിരുമേനിയിൽ അടിയന്റെ ശരീരം ചേർപ്പാനുണ്ടായ ഭാഗ്യം തന്നെ അടിയന്നു വലിയത്. പണം കാശിൽ ആർക്കാഗ്രഹം? അതാർക്കില്ലാത്തു? ഈ തിരുമേനി വേറെ ഒരാൾക്ക് കാണുമോ എന്ന് മറ്റൊരുത്തി പറഞ്ഞത് വേദവാക്യമായി ഇദ്ദേഹം മനസ്സിൽ വച്ചിരിക്കുന്നു. പിന്നെ തന്റെ ചങ്ങാതിയാക്കി താൻ അടുക്കെ വെച്ചിട്ടുള്ളത് ചെറുശ്ശേരി ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയെയാണ്. ഇദ്ദേഹത്തെ പോലെ ഇത്ര സരസതയും സാമർഥ്യവും ഉണ്ടായിട്ട് മറ്റൊരാളെ പറയാൻ എന്നാൽ സാധ്യമല്ല. വിൽപ്പത്തു കടുകട്ടി, വ്യാകരണശാസ്ത്രം വെടുപ്പായി പഠിച്ചിരിക്കുന്നു, സംഗീതത്തിൽ അതിപരിജ്ഞൻ, കാഴ്ചയിൽ നല്ല ശ്രീയുള്ള മുഖവും ദേഹവും. സംഭാഷണത്തിൽ ഇത്ര സരസത മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. ഈ കഥയിലുള്ള മറ്റാർക്കും ഇതില്ലെന്ന് തീർച്ചയായും ഞാൻ പറയുന്നു. ഇദ്ദേഹം അശേഷം ദുർബുദ്ധിയല്ല. എന്നാൽ പരിഹാസയോഗ്യന്മാരായ മനുഷ്യരെപ്പറ്റി ഇദ്ദേഹത്തിന് അശേഷം ദയയില്ലെന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിന്റെ പരിഹാസത്തെപ്പറ്റി ഭയമില്ലാത്തവർ കേവലം ബുദ്ധിയില്ലാത്തവർ മാത്രമേയുള്ളൂ. പരിഹസിച്ചാൽ ഒരു തരിമ്പും അറിയാത്തവന് മാത്രം ഇദ്ദേഹത്തിന് ഭയമില്ല. നമ്മുടെ സൂര്യ നമ്പൂതിരിപ്പാട്ടിലെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഭയമില്ല. ഇദ്ദേഹം സൂര്യ നമ്പൂതിരിപ്പാട്ടിലെ ഒരു സ്നേഹിതൻ ഒരിക്കലും ആയിരുന്നില്ല. സൂര്യ നമ്പൂതിരിപ്പാട്ടിലെക്കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ പുച്ഛമാണുണ്ടായിരുന്നത്. എന്നാൽ അതത്ര പുറത്തു കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ. സൂര്യ നമ്പൂതിരിപ്പാട് ധനം കൊണ്ടും ഉത്കൃഷ്ടത കൊണ്ടും നമ്പൂതിരിമാരിൽ മുഖ്യനാണ്. അദ്ദേഹത്തെ പുറത്തേക്കെങ്കിലും എങ്ങനെ ബഹുമാനിക്കാതെ കഴിയും? സൂര്യ നമ്പൂതിരിപ്പാട്ടിലേക്ക് തന്നെ സ്തുതിക്കുന്നവരെയൊക്കെയും ബഹുപ്രിയമാണ്. അത് നിന്ദാസ്തുതിയായാലും വാസ്തവമായാലും അങ്ങറിവാനും പ്രയാസം. ഗോവിന്ദൻ നമ്പൂതിരി സൂര്യ നമ്പൂതിരിയുടെ അനുജനും അതിയോഗ്യനുമായ നാരായണൻ നമ്പൂതിരിപ്പാട്ടിലെ പരമസ്നേഹിതനാകുന്നു. എന്നാൽ മൂർക്കില്ലാത്ത മനയ്ക്കൽ ഇദ്ദേഹം ചെന്നാൽ ഇദ്ദേഹത്തിന് തന്റെ സ്നേഹിതനുമായി സംസാരിപ്പാൻ സാധിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. മനയ്ക്കൽ ചെന്നാൽ സൂര്യ നമ്പൂതിരിപ്പാട്ടിലെ പത്തായപ്പുര മാളിതയിലേക്ക് ഉടനെ വിളിക്കും. പിന്നെ വിടുന്ന കാര്യം ബഹുപ്രയാസം. ഇങ്ങനെയാണ് സൂര്യ നമ്പൂതിരിപ്പാടും ഗോവിന്ദൻ നമ്പൂതിരിപ്പാടുമായിട്ടുള്ള ഇരിപ്പ്. നമ്പൂതിരിപ്പാട്ടിലെ ഇഷ്ടം പോലെ പറയാഞ്ഞാൽ മുഷിയും. മുഷിഞ്ഞാൽ ഉപദ്രവങ്ങൾ ഉണ്ടായി വന്നേക്കാമെന്നുള്ള ഭയത്താൽ ഗോവിന്ദൻ നമ്പൂതിരി നമ്പൂതിരിപ്പാടിനെ നിന്ദാസ്തുതി ധാരാളമായി ചെയ്യാറുണ്ട്. താൻ അതിസുന്ദരനാണെന്നും നല്ല കാര്യസ്ഥനാണെന്നും തന്നോട് ആരു പറയുന്നില്ലയോ അവരോടൊക്കെ നമ്പൂതിരിപ്പാട്ടിലേക്ക് ബഹുരസക്ഷയവും വിരോധവും തോന്നുമാറാണ്. അതുകൊണ്ട് ചെറുശ്ശേരി നമ്പൂതിരിക്ക് ഇദ്ദേഹത്തെ സ്തുതിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലാതെ വന്നുപോയി. പിന്നെ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് പറവാനുള്ളത് ഇദ്ദേഹം കുറെ കളിഭ്രാന്തനാണെന്നു കൂടിയാണ്. കഥകളി വലിയ ഇഷ്ടമാണ്. അതിന്റെ ഗുണദോഷ പരിജ്ഞാനം ഒരുമാതിരിയിൽ നല്ലവണ്ണമുണ്ട്. സംവത്സരത്തിൽ 365 ദിവസവും പിന്നെ ദിവസമുണ്ടെങ്കിൽ അന്നും കഥകളി കണ്ടാലും തൃപ്തിയില്ല. ഇദ്ദേഹത്തിന്റെ അനുജന്മാർ സമർത്ഥന്മാരാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അവരൊക്കെ വിഡ്ഢികളാണെന്നായിരുന്നു. നമ്പൂതിരിപ്പാട് കുളിപ്പുരയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേശവൻ നമ്പൂതിരിയുടെ എഴുത്തു കൊണ്ടുവന്നത്. അത് വായിച്ച ഉടനെ ആ നിമിഷത്തിൽ തന്നെ ചെറുശ്ശേരി നമ്പൂതിരി വിളിക്കാൻ കൽപ്പനയായി. വെറ്റിലപ്പെട്ടിക്കാരൻ ഗോവിന്ദൻ ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ പോയി. ഇവൻ നല്ല സാമർഥ്യമുള്ള ഒരു വികൃതി കുട്ടിയാകുന്നു. തന്റെ യജമാനന്റെ സ്വഭാവം മുഴുവനും അറിഞ്ഞ് ഗുണദോഷങ്ങളെ ഗുണിച്ചുവെച്ച കള്ളനാണ്. എങ്കിലും നമ്പൂതിരിപ്പാട്ടിലെ മേൽ ഇവന് നല്ല ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. ഗോവിന്ദൻ ചെറുശ്ശേരി ഇല്ലത്ത് ചെല്ലുമ്പോൾ ഗോവിന്ദൻ നമ്പൂതിരി ഭക്ഷണം കഴിഞ്ഞ് പുറത്തു പൂമുഖത്തു വന്ന് ചതുരംഗത്തിന് ഭാവിച്ച് കരുക്കൾ മുറിക്കുകയായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താ ഗോവിന്ദ ബന്ധപ്പെട്ടു വന്നത്? ഗോവിന്ദൻ: അങ്ങട്ടെ ഒന്ന് എഴുന്നള്ളാൻ കൽപ്പനയായിരിക്കുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: നമ്പൂരി ഊണ് കഴിഞ്ഞുവോ? ഗോവിന്ദൻ: ഇല്ല, കുളപ്പുരയിൽ ഉലപ്പെണ്ണ ചാർത്തുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താ അത്ര അടിയന്തരം? വിശേഷവിധി വല്ലതുണ്ടോ? ഗോവിന്ദൻ: ചെമ്പാഴിയാട്ട് നിന്ന് കറുത്തേടത്ത് കേശവൻ നമ്പൂതിരിയുടെ ഒരു എഴുത്തു വന്നിരുന്നു. അത് വായിച്ച ഉടനെയാണ് തിരുമനസിനെ വിളിപ്പാൻ കൽപ്പനയായത്. ചെറുശ്ശേരി നമ്പൂതിരി: ശരി, മനസ്സിലായി, ഞാൻ വരാം. മുണ്ടൊന്നു മാറിയെടുക്കട്ടെ എന്നു പറഞ്ഞ് അകായിലേക്ക് പോയി.
ചെറുശ്ശേരി നമ്പൂതിരി ആ ദിവസത്തിന് ഒരു 20 ദിവസങ്ങൾക്ക് മുമ്പ് കേശവൻ നമ്പൂതിരിയുടെ കൂടെ ചെമ്പാഴിയോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ദുലേഖയും മാധവനുമായി ചെറുശ്ശേരി നമ്പൂതിരി അന്ന് വളരെ പരിചയവും ഇഷ്ടവുമായി തീർന്നു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് മടങ്ങിപ്പോന്നത്. ചെറുശ്ശേരി നമ്പൂതിരി മടങ്ങിപ്പോരാൻ യാത്ര പറഞ്ഞപ്പോൾ കേശവൻ നമ്പൂതിരി മൂർക്കില്ലാത്ത സൂര്യ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിച്ചാൽ ബഹുയോഗ്യതയായിരിക്കുമെന്നും അതിന് ചെറുശ്ശേരി നമ്പൂതിരി ശ്രമിക്കണമെന്നും ചെറുശ്ശേരി നമ്പൂതിരിയോട് പറയുകയും തന്നാൽ അത് സാധിക്കയില്ലെന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി ചെമ്പാഴിയോട്ട് നിന്ന് മടങ്ങി ഇല്ലത്തു വന്നതിന്റെ ശേഷം ഇന്ദുലേഖയെക്കുറിച്ച് സൂര്യ നമ്പൂതിരിപ്പാട്ടിലെ അനുജനും അതിബുദ്ധിമാനുമായ നാരായണൻ നമ്പൂതിരിപ്പാടോട് മാത്രം അല്പം പ്രസ്താവിച്ചിട്ടുണ്ട്. സൂര്യ നമ്പൂതിരിപ്പാടോട് ഇന്ദുലേഖയെക്കുറിച്ച് ചെറുശ്ശേരി ഒരക്ഷരവും ശബ്ദിച്ചിട്ടില്ല. ഇങ്ങനെ ഇന്ദുലേഖയുമായി നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി മുമ്പ് തന്നെ പരിചയമായിരുന്നു. ഗോവിന്ദൻ വന്നു വിളിച്ചതിനാൽ ചെറുശ്ശേരി നമ്പൂതിരി പുറപ്പെടാൻ നിശ്ചയിച്ച് അകായിൽ പോയി ഒരലക്കിയ മുണ്ടെടുത്ത് പുറത്തേക്ക് വന്നു. ഗോവിന്ദാ, ഇനി പോവുക എന്ന് പറഞ്ഞു പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ചെറുശ്ശേരി നമ്പൂതിരിയോട് ഗോവിന്ദൻ, വിളിപ്പാൻ കൽപ്പിച്ച കാര്യം തിരുമനസ്സിലേക്ക് മനസ്സിലായിട്ടുള്ളതുപോലെ അടിയൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അടിയൻ ഉണർത്തിക്കാം. ചെറുശ്ശേരി നമ്പൂതിരി: പറയൂ. ഗോവിന്ദൻ: ചെമ്പാഴിയോട്ട് അതിസുന്ദരിയായൊരു സ്ത്രീയുണ്ടുപോൽ. കേശവൻ നമ്പൂതിരിക്ക് സംബന്ധമുള്ള പൂവള്ളി വീട്ടിൽ. അവിടെ തമ്പുരാൻ സംബന്ധം ചെയ്യാൻ നിശ്ചയിച്ചിട്ടാണ് എടുത്തു വന്നിരിക്കുന്നത്. കൂടെ എഴുന്നള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു. ചെറുശ്ശേരി നമ്പൂതിരി ചിരിച്ചും കൊണ്ട് ഗോവിന്ദൻ പറഞ്ഞതെല്ലാം കേട്ടു. ഒടുവിൽ ചെറുശ്ശേരി നമ്പൂതിരി: ഗോവിന്ദാ, നീയും കൂടെ വരുന്നില്ലേ ഞങ്ങൾ പോകുന്നതാണെങ്കിൽ? ഗോവിന്ദൻ: അടിയൻ നിശ്ചയമായും വരും. തിരുമനസ്സുകൊണ്ട് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ എന്നോട് ആ എഴുത്തു കൊണ്ടുവന്നവർ പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്തു കൊണ്ടുവന്നവനാണോ നിന്നോട് ഈ സമ്മതത്തിന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞത്? ഗോവിന്ദൻ: അല്ല, അത് തമ്പുരാൻ തന്നെ അരുളി ചെയ്തു. എഴുത്ത് അടിയൻ വായിച്ചിട്ടില്ല. എന്തോ ഒരു പേരരുളി ചെയ്തു. ചന്ദ്രഭാനു എന്നോ ചിത്രലേഖ എന്നോ മറ്റോ ഒരു പേരരുളി ചെയ്തു. തമ്പുരാൻ ഒന്നുകൂടി സംബന്ധം കഴിച്ച് പിറ്റേ ദിവസം തന്നെ വലിയ തമ്പുരാൻ ഉണർത്തിച്ചു സമ്മതം വാങ്ങണമെന്നാണ് അരുളി ചെയ്തത്. ഇതുകേട്ട ഗോവിന്ദൻ നമ്പൂതിരിക്ക് ചിരിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലാതെയായി പൊട്ടിച്ചിരിച്ചുപോയി. ചിരിയുടെ കാരണം വ്യക്തമായി തനിക്ക് മനസ്സിലായില്ല എങ്കിലും ഗോവിന്ദനും കൂടെ ചിരിച്ചു. രണ്ടാളും വേഗം മനക്കിലേക്ക് നടന്നു. ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ ഗോവിന്ദനെ അയച്ച ഉടനെ നമ്പൂതിരിപ്പാട് കുളിയും ഊണും കഴിഞ്ഞ് ഇന്ദുലേഖയെ തന്നെ ഉറപ്പായി മനസ്സിൽ ധ്യാനിച്ച് രസിച്ചും കൊണ്ട് പുറത്തു പൂമുഖത്തു വന്നു നിന്നു. അപ്പോൾ മനവക വ്യവഹാരകാര്യസ്ഥൻ താശമേനോൻ ഒരു കടലാസ് കെട്ടുകൊണ്ട് നമ്പൂതിരിപ്പാടിന്റെ അടുക്കലെത്തി വശായി. നമ്പൂതിരിപ്പാട്: എനിക്കിന്ന് കാര്യം നോക്കാൻ ഒന്നും ഇടയില്ല താച്ചു, നീ പൊയ്ക്കോ. താശൻ മേനവൻ: ഇത് അസാരം ഒന്നും നോക്കാതെ കഴിയില്ല. നമ്പൂതിരിപ്പാട്: ഇന്ന് നീ എന്തു പറഞ്ഞാലും എനിക്കിടയില്ല. താശൻ മേനവൻ: മറ്റന്നാൾ നമ്പർ വിചാരണയാണ്. അടിയൻ ഒരു വിവരം ഉണർത്തിക്കുവാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉണർത്തിക്കാതെ കഴിയില്ല. നമ്പൂതിരിപ്പാട്: എന്തു വിചാരണയായാലും വേണ്ടതില്ല. ഇന്ന് എനിക്ക് ഒരു കാര്യവും കേൾക്കാനിടയില്ല. താശൻ മേനവൻ: ഒരാധാരം ഫയലാക്കേണ്ടതുണ്ട്. അതിന് ഒരു ഹരജി കൊടുക്കണം. ഹരജി എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് തൃക്കൈ വിളയാടി തന്നാൽ മതി. നമ്പൂതിരിപ്പാട്: ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ ഒരു കടലാസിലും ഒപ്പിടാറില്ലെന്ന് താച്ചുവിന് നിശ്ചയില്ലേ? പിന്നെ എന്തിനെന്നെ വന്ന് ഉപദ്രവിക്കുന്നു? താശൻ മേനവൻ: ആധാരം ഫയലാക്കാൻ തിങ്കളാഴ്ച ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്പറു ദോഷമായി തീരും. നമ്പൂതിരിപ്പാട്: എങ്ങനെയെങ്കിലും തീരട്ടെ, അപ്പീൽ കോടതിയില്ലേ? താശൻ മേനവൻ: ആധാരം ഫയലാക്കാഞ്ഞാൽ അപ്പീൽ കോടതിയിൽ തോൽക്കും. നമ്പൂതിരിപ്പാട്: ഇതു വലിയ അനർത്ഥം തന്നെ. താച്ചുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ എന്നെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? താശൻ മേനവൻ: ഹർജിയിൽ അടിയൻ ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? നമ്പൂതിരിപ്പാട്: ഇന്ന് ശനിയാഴ്ച ഞാൻ ഒരു ഹർജിയിലും ഒപ്പിടുകയില്ല. പണ്ടൊരന്യായത്തിൽ ശനിയാഴ്ച ഒപ്പിട്ടിട്ട് ആ നമ്പർ തോറ്റുപോയത് താച്ചുവിന് ഓർമ്മയില്ലേ? താശൻ മേനവൻ: ഇത് അന്യായമല്ല, ഹർജിയല്ലേ? നമ്പൂതിരിപ്പാട്: എന്തായാലും ഞാൻ ഇന്ന് ഒപ്പിടുകയില്ല, നിശ്ചയം. താച്ചു പോയി കുളിക്കൂ. താശൻ മേനവൻ: ഈ നമ്പറിൽ സാക്ഷിക്ക് എഴുന്നള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ഞാനോ? താശൻ മേനവൻ: റാൻ. നമ്പൂതിരിപ്പാട്: ശിക്ഷ ശിക്ഷ, ഞാനൊരിക്കലും പോവുകയില്ല. പക്ഷേ നമ്പർ തോറ്റാലും വേണ്ടതില്ല. കൽപ്പന വന്നിരുന്നുവോ? താശൻ മേനവൻ: കൽപ്പന വന്നിരുന്നു. ഇവിടെ ഇല്ലാത്ത പ്രകാരം മറുപടി എഴുതി അയപ്പിച്ചു. നമ്പൂതിരിപ്പാട്: എന്നെ സാക്ഷി കൊടുത്ത ഈ അധിക പ്രസംഗി ആരാണ്?
താശൻ മേനവൻ: ഉള്ളാട്ടിൽ പഞ്ചുമേനവന്റെ മേലുള്ള അന്യായത്തിലാണിത്. നമ്പൂതിരിപ്പാട്: ഉള്ളാട്ടിൽ പഞ്ചുവോ? ശിക്ഷ! എന്താണ്, അവന്റെ മേൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ? താശൻ മേനവൻ: ഇല്ലേ, ചേർപ്പറ്റക്കളം ഒഴിപ്പാൻ. നമ്പൂതിരിപ്പാട്: ശരി ശരി, ഞാൻ അന്ധാളിച്ചു. ആ നമ്പർ വിധിച്ചു എന്നല്ലേ താച്ചു ഇന്നാൾ എന്നോട് പറഞ്ഞത്? താശൻ മേനവൻ: അടിയൻ അങ്ങനെ ഉണർത്തിച്ചിട്ടില്ല. പഞ്ചുമേനവൻ ജന്മവാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. മനവക 4-5 ഭൂമികൾ പഞ്ചുമേനവന്റേതാണെന്ന് തർക്കിക്കുന്നു. നമ്പൂതിരിപ്പാട്: പഞ്ചുവോ? ഇത്ര വഷളാണിവൻ? ഇത് ഞാൻ അറിഞ്ഞതേയില്ല. ഒരാളെ അയച്ച് പഞ്ചുവോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ വഷളനോട് ഞാൻ തന്നെ ഒന്ന് ചോദിക്കട്ടെ. ഇത്ര കുറുമ്പ് കാണിച്ചാൽ കുളം, കിണർ, ക്ഷേത്രം, മാറ്റ് ഇതെല്ലാം ഉടനെ വിരോധിക്കണം. എന്നാൽ പട്ടി പോലെ പഞ്ചു ഓടി വരും. താച്ചുവിന് ഈ വിവരം മുമ്പേ എന്നോട് പറയാമായിരുന്നില്ലേ? താശൻ മേനവൻ: ഇതുകൊണ്ടൊന്നും ഫലമുണ്ടാവുകയില്ലെന്ന് തോന്നുന്നു. പഞ്ചുമേനവൻ ഒരു ബാരിസ്റ്റർ സായിവിനെ വരുത്തിയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: സായിവ് വന്നാൽ എന്താണ്? താശൻ മേനവൻ: അയാൾ വലിയ കേമനാണ്. നമ്പൂതിരിപ്പാട്: നമുക്കും ഒരു സായിവിനെ ഏൽപ്പിക്കണം. ഏലമലക്കാരൻ മക്ഷാമനായാൽ മതി. അയാളും ഞാനും തമ്മിൽ വളരെ സ്നേഹമാണ്. അയാളുടെ അടുക്കൽ താച്ചുപോയി വിവരം പറയൂ. താശൻ മേനവൻ: മലവാരക്കാരൻ സായിവന്മാർ ഈ വക കാര്യങ്ങൾ ഏൽക്കുകയില്ല. നമ്പൂതിരിപ്പാട്: അധിക പ്രസംഗം പറയണ്ട. ആ കരാറുകാരൻ സായിവ് എനിക്ക് വേണ്ടി എന്തും ചെയ്യും. താശൻ മേനവൻ: റാൻ, എന്നാൽ അത് അടിയൻ അങ്ങനെ തന്നെ ശട്ടമാക്കാം. ഈ ഹരജിയിൽ ഇപ്പോൾ തന്നെ തൃക്കൈ വിളയാടി കിട്ടാഞ്ഞാൽ തിങ്കളാഴ്ച നമ്പർ ദോഷമായി തീരും. ഇങ്ങനെ താശൻ മേനോനും നമ്പൂതിരിപ്പാട് കൂടി ഒപ്പിടണമെന്നും ഒപ്പിടുകയില്ലെന്നും തർക്കവും ഷാഠ്യവും കലശലായപ്പോൾ നാരായണൻ നമ്പൂതിരിപ്പാട് അകത്തു നിന്നും വന്ന് വളരെ എല്ലാം പറഞ്ഞ് നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഹരജിയിൽ ഒരു വിധത്തിൽ ഒപ്പിടിയിപ്പിച്ചു. ഒപ്പിട്ട ഉടനെ എന്താണ് ചെറുശ്ശേരി വരാത്തത് എന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാട് പടിപ്പുരയിലേക്ക് പോയി വരവ് നോക്കിക്കൊണ്ടും ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ ദൃഢമായി മനസ്സിൽ ധ്യാനിച്ചും രസിച്ചും കൊണ്ടു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിയും ഗോവിന്ദനും വരുന്നത് കണ്ടു. പടി കയറുന്നതിന് മുമ്പ് തന്നെ നമ്പൂതിരിപ്പാട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി, വേഗം വരൂ, വേഗം വരൂ. എന്തൊരു സാവധാനമാണ് നടത്തം. വേഗം നടക്കരുതേ, വർത്തമാനങ്ങൾ കേൾക്കണ്ടേ. ചെമ്പാടിയോട്ട് നിന്നും കറുത്തേടത്തിന്റെ എഴുത്തു വന്നിരിക്കുന്നു. ഇന്ദുലേഖ എന്ന പെണ്ണിനെ കേട്ടിട്ടുണ്ടോ? ഇന്നാൾ പോതായിപ്രം എന്നോട് പറയുമ്പോൾ കൂടെയുണ്ടോ? ഇല്ല. അതിസുന്ദരിയാണത്രേ, ദമയന്തി തന്നെ. ആ പെണ്ണിനെ ഞാൻ സംബന്ധം തുടങ്ങാൻ പോകുന്നു. മുമ്പുള്ള സംബന്ധങ്ങൾ പോലെയല്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇംഗിരിയസും മറ്റും അറിയാമത്രേ. ഇംഗിരിയസ് അറിയുന്ന സ്ത്രീകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിസുന്ദരിയാണത്രേ, ദമയന്തി തന്നെ എന്ന് പറഞ്ഞു കേട്ടു. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ചെറുശ്ശേരി നമ്പൂതിരി അടുത്തെത്തി. ചെറുശ്ശേരി നമ്പൂതിരി: എന്നാൽ പിന്നെ നളൻ തന്നെയാണല്ലോ വേണ്ടത്. നളൻ ഇവിടുന്ന് നമ്പൂതിരി തന്നെ. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി, നേരം പോക്കെല്ലാം മതി. ഞാൻ വയസ്സനായി തുടങ്ങി. ആ പെണ്ണിനോ 15 വയസ്സാണത്രേ. എനിക്കെന്ത് സൗന്ദര്യമാണുള്ളത്. ആ ഭാഗം പോട്ടെ, നമ്മൾക്ക് പുറപ്പെടണ്ടേ? ചെറുശ്ശേരി നമ്പൂതിരി: എന്തിനാ ആ ഭാഗം പോകുന്നു? ആ ഭാഗം തന്നെ പറയണം. 45 വയസ്സൊരു വയസ്സോ? 20 വയസ്സിൽ സൗന്ദര്യമുണ്ടായാൽ അത് 45 വയസ്സിൽ എവിടെ പോകും? ഈ വക ഒന്നും പറയണ്ട. ഇവിടേക്കൊരു 80 വയസ്സാവുന്നതുവരെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇവിടുന്നും നിമിത്തമുള്ള പരിഭ്രമം തീരുന്നതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തിനിതെല്ലാം പറയുന്നു? നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ടോ? ചെറുശ്ശേരി ഇന്നാൾ കറുത്തേടത്തിന്റെ കൂടെ പോയിരുന്നത് അവിടേക്കല്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ട്. നമ്പൂതിരിപ്പാട്: സുന്ദരി തന്നെയോ? ചെറുശ്ശേരി നമ്പൂതിരി: സുന്ദരിയായിട്ടുള്ള പെങ്കിടാവാണ്. നമ്പൂതിരിപ്പാട്: എന്താണ്, ഇംഗിരിയസ് അറിയാമെന്ന് ചിലർ പറയുന്നു, അറിയാമോ? ചെറുശ്ശേരി നമ്പൂതിരി: അറിയാമെന്ന് പറഞ്ഞു കേട്ടു. നമ്പൂതിരിപ്പാട്: സ്ത്രീകൾ ഇംഗിരിയസ് പഠിച്ചാൽ വൃത്തിയില്ലാതിരിക്കും, അതാണൊരു ദോഷം. ചെറുശ്ശേരി നമ്പൂതിരി: ഇംഗിരിയസ് പഠിച്ചാൽ വൃത്തിഗുണം കൂടുമെന്നെനിക്ക് തോന്നുന്നു. ഇന്ദുലേഖയെ കണ്ട എനിക്ക് അങ്ങനെ തോന്നി. നമ്പൂതിരിപ്പാട്: എന്താണ്, ഇന്ദുലേഖയുമായി സേവ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ബാന്ധവമാകുന്നതിന് മുമ്പുള്ളതല്ലേ. പറയുന്നതിന് വിരോധമില്ല. എന്താണ്, ചെറുശ്ശേരിയുടെ വാക്ക് കേൾക്കുമ്പോൾ സേവ ഉള്ളതുപോലെ തോന്നുന്നു. ഉണ്ടോ? ചെറുശ്ശേരി നമ്പൂതിരി: എന്ത് സേവ? നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയുമായുള്ള സേവ തന്നെ. ചെറുശ്ശേരി നമ്പൂതിരി: ഇങ്ങനെയെല്ലാം പറയുന്നത് മഹാകഷ്ടമാണ്. ഞാൻ ഒരിക്കലും ആ വക പ്രവൃത്തി ചെയ്യുവാൻ മനസ്സുള്ളവനല്ല. പിന്നെ ഇന്ദുലേഖ അതിബുദ്ധിയുള്ളൊരു കുട്ടിയാണ്.
ഈ സാധാരണ നായന്മാരുടെ സ്ത്രീകളെ പോലെ അല്ല. അതവിടെ ചെന്ന് കണ്ടാൽ അറിയാം. പക്ഷേ നമ്പൂതിരിയുടെ ദേഹവും പ്രകൃതവും കാണുമ്പോൾ ആ കുട്ടി ഭ്രമിക്കുമായിരിക്കും. വേറെ ഒരു മനുഷ്യനെയും കണ്ടാൽ അങ്ങനെ ഭ്രമിക്കാൻ സംഗതി വരികയില്ല. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി വെറുതെ മുഖസ്തുതി ചെയ്യേണ്ട. എനിക്ക് എന്താണ് അത്ര സൗന്ദര്യമുണ്ടോ? എനിക്ക് അത്രയില്ലെന്നാണ് തോന്നുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി: അങ്ങനെയാണ് ഇവിടേക്ക് തോന്നേണ്ടത്. പക്ഷേ ഞാനത് സമ്മതിക്കില്ല. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി നീലാട്ട് ലക്ഷ്മിയെ കണ്ടിട്ടുണ്ടോ? ചെറുശ്ശേരി നമ്പൂതിരി: ഇല്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ കോപ്പാട്ട് കുമ്മിണിയെ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നാൾ ഇവിടെ വന്ന് പാട്ടുണ്ടേ എന്ന് ചെറുശ്ശേരി ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ. കോപ്പാട്ട് കുമ്മിണിയും ഇന്ദുലേഖയും ആയാലോ? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ അന്നു പാടിയ പെണ്ണിന്റെ മുഖം നല്ലവണ്ണം കണ്ടില്ല. നമ്പൂതിരിപ്പാട്: ആട്ടെ, ചെറുശ്ശേരി ഇതുവരെ കണ്ട സ്ത്രീകളിൽ എല്ലാ അതിസുന്ദരിയായ സ്ത്രീ ഏതാണ്? ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ദുലേഖ. നമ്പൂതിരിപ്പാട്: സംശയമില്ലല്ലോ? ചെറുശ്ശേരി നമ്പൂതിരി: സംശയമില്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ ഇതെന്റെ ഭാഗ്യം തന്നെ. ചെറുശ്ശേരി നമ്പൂതിരി: ഭാഗ്യം തന്നെ. നമ്പൂതിരിപ്പാട്: പുരുഷന് സ്ത്രീസുഖത്തിൽ മീതെ ഒരു സുഖം എന്താണുള്ളത്? ചെറുശ്ശേരി നമ്പൂതിരി: സ്ത്രീസുഖമാണ് വലുതെന്ന് നിശ്ചയിച്ചാൽ അതിൽ മീതെ ഒന്നുമില്ല. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി എങ്ങനെയാണ് ഈ വെച്ചിരിക്കുന്നത്? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാട്: സ്ത്രീസുഖം സാരമില്ലെന്നാണ് ചെറുശ്ശേരിയുടെ അഭിപ്രായം. ചെറുശ്ശേരി നമ്പൂതിരി: സാരമില്ലെന്നല്ല, സ്ത്രീസുഖത്തിൽ മീതെ ഒരു സുഖവും ഇല്ലെന്ന് ഞാൻ പറയുകയില്ല എന്നു മാത്രം. നമ്പൂതിരിപ്പാട്: എന്നാൽ എന്തിനാണ് ഈ ജനങ്ങളെല്ലാം സ്ത്രീസുഖത്തിൽ ഇത്ര ഭ്രമിച്ചു വലയുന്നത്? ചെറുശ്ശേരി നമ്പൂതിരി: ഭ്രമിച്ചു വലയുന്നത് ഭോഷത്വം തന്നെ എന്നേ പറയാനുള്ളൂ. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി ഈയിടെ കുറെ അദ്വൈതിയായിരിക്കുന്നു എന്ന് തോന്നുന്നു. എനിക്ക് സ്ത്രീകളെ വളരെ ഭ്രമമാണ്. ചെറുശ്ശേരി നമ്പൂതിരി: സ്ത്രീകൾക്ക് ഇവിടുത്തെ മേലും അങ്ങനെ തന്നെ. നമ്പൂതിരിപ്പാട്: എന്നാൽ അതുകൊണ്ടായിരിക്കുമോ എനിക്കിത്ര ഭ്രമം? ചെറുശ്ശേരി നമ്പൂതിരി: അതുകൊണ്ട് തന്നെ. അതിനെന്താണു വാദം? അതുകൊണ്ട് തന്നെ. നമ്പൂതിരിപ്പാട്: ഈയിടെ ഒരു നേരം പോക്കുണ്ടായി. ചെറുശ്ശേരിക്ക് കേൾക്കണോ? പറയാം. ഞാൻ ഇന്നാള് മലവാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിപ്പാൻ ഒരു ദിവസം മച്ചാമൽ സാഹിബിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മെതമ്മ സാഹിബ് എന്നാണ് പേര് എന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ സാഹിബ് ഇരിക്കുന്നതിന്റെ കുറെ ദൂരെ ഒരു കസാലമേലെ ഒരു കടലാസം വായിച്ചുകൊണ്ടിരുന്നിരുന്നു. ഞാൻ അവിടെ ചെന്ന് സാഹിബിന്റെ അടുക്ക ഇരുന്ന മുതൽ എണീറ്റു പോരാറാവുന്നതുവരെ എന്നെ ആ സ്ത്രീ കൂടെ കൂടെ കടാക്ഷിച്ചുകൊണ്ടിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: ഭ്രമിച്ചുപോയി. എനിക്ക് സംശയമില്ല. നല്ല ഭ്രമം കടന്നിട്ട് തന്നെ കടാക്ഷിച്ചതെല്ലാം. കടാക്ഷിക്കാതെ നിവൃത്തിയെന്ത്? നമ്പൂതിരിപ്പാട്: കേൾക്കൂ. ഒടുവിൽ ഈ മെതമ്മ സാഹിബിന്റെ കടാക്ഷവും മറ്റും കണ്ടിട്ടോ എന്ന് അറിഞ്ഞില്ല. മക്ഷാമൻ എന്തോ ഇംഗ്രീസിൽ മെതമ്മ സാഹിബോട് ചിറിച്ചും കൊണ്ട് പറഞ്ഞു. മെതമ്മ സാഹിബ് ചിറിച്ചും കൊണ്ട് മക്ഷാമനോട് എന്തോ മറുപടി പറഞ്ഞു. ഉടനെ വിഡ്ഢി മക്ഷാമൻ കാര്യമൊന്നും അറിയാതെ എന്നോടിങ്ങനെ ഭാര്യയെ താങ്കളുമായി പരിചയമാക്കാൻ ഞാൻ വിചാരിക്കുന്നു, താങ്കൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വല്ലാതെ ചിറി വന്നു. എങ്കിലും ഞാൻ ചിറിച്ചില്ല, മനസ്സിലടക്കി. ഓഹോ, എനിക്ക് ബഹു സന്തോഷം തന്നെ, ഞാൻ പറഞ്ഞു. വേഗം മക്ഷാമൽ എണീറ്റുപോയി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ അടുക്ക നിർത്തി. ഞാൻ എണീറ്റില്ല. പിന്നെ അവൾ എന്റെ അടുക്കയിരുന്നു. സായിബ് നീട്ടും പോലെ കൈ എന്റെ സമീപത്തേക്ക് നീട്ടി. ഞാനും കൈ നീട്ടി. മെതമ്മ സായിബ് എന്റെ കൈ പിടിച്ചു. എനിക്ക് ശരീരമാസകലം ഒരു രോമാഞ്ചം ഉണ്ടായി. ചെറുശ്ശേരി നമ്പൂതിരി: അവൾക്കും അതിലധികം ഉണ്ടായിരിക്കണം. നമ്പൂതിരിപ്പാട്: കേൾക്കൂ. എന്നിട്ട് ഞാൻ കയ്യു കുറേ നേരം പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. എനിക്ക് അവളുടെ സ്വരൂപം ബഹു കൗതുകമായി തോന്നി. വിഡ്ഢി മക്ഷാമൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മന്ദഹാസത്തോടുകൂടി അടുക്ക തന്നെ നിന്നു. ഉടനെ എന്റെ ചെറുവിരലിട്ടിരുന്ന ഒരു വൈരമോതിരം ഞാൻ ഊരി കയ്യിൽ പിടിച്ചു. മക്ഷാമന് രസിക്കുമോ എന്നറിഞ്ഞില്ല എന്നെനിക്കൊരു ശങ്ക. മക്ഷാമന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. ഉടനെ വിഡ്ഢി മക്ഷാമൻ: ഓ, നമ്മുടെ ഭാര്യയ്ക്ക് താങ്കളൊരു സമ്മാനം കൊടുക്കുവാൻ പോകുന്നുവോ? ഒരു വിരോധവുമില്ല. അപ്പോൾ എനിക്കും മനസ്സിന് വളരെ ധൈര്യമായി. മെതമ്മ സാഹിബിന്റെ കയ്യിൽ മോതിരം ഇട്ടുകൊടുത്തു. മെതമ്മ സാഹിബ് അത് വാങ്ങി എന്റെ മുഖത്തു നോക്കി ഒന്ന് ചിറിച്ചു. വളരെ നല്ല മോതിരമെന്ന് ഇംഗ്രീസിൽ പറഞ്ഞു. മക്ഷാമൻ തർജ്ജമ പറഞ്ഞു. അപ്പോഴേക്കും ചെറുശ്ശേരി: എനിക്കുണ്ടായ ഒരു ഭ്രമം പറയാൻ പാടില്ല. ചെറുശ്ശേരി നമ്പൂതിരി: അവൾക്ക് അതിലധികം, എനിക്ക് സംശയമില്ല. നമ്പൂതിരിപ്പാട്: കേൾക്കൂ. എന്നിട്ട് മെതമ്മ സാഹിബ് അവിടുന്ന് എണീറ്റു. പിന്നെയും. ചെറുശ്ശേരി നമ്പൂതിരി: അത് ഭ്രമത്തിന്റെ മുഖ്യ അടയാളമാണ്. കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ലാതെ ആയിരിക്കും. ഉടനെ അവിടെ നിന്ന് എണീറ്റു പോയിരിക്കണമല്ലേ? നമ്പൂതിരിപ്പാട്: അതെ. കൈ പിന്നെയും പിടിച്ചതിന്റെ ശേഷം പോയി. ചെറുശ്ശേരി നമ്പൂതിരി: പിന്നെ കണ്ടതേയില്ല അല്ലേ? നമ്പൂതിരിപ്പാട്: പിന്നെ കണ്ടിട്ടേയില്ല. ചെറുശ്ശേരി നമ്പൂതിരി:
അതികലശലായി ഭ്രമിച്ചിരിക്കണം. സായിബ് കൂടെ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. അതാണ് അത്ര പരിഭ്രമം ഉണ്ടായി വേഗം പോയി കളഞ്ഞതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറെ കൂടി സല്ലാപങ്ങൾ ഉണ്ടാവുമായിരുന്നു. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി ആൾ ബുദ്ധിമാൻ തന്നെ. ഇതാണ് ചെറുശ്ശേരി എനിക്ക് ഇത്ര സ്നേഹം. ശരിയാണ് ചെറുശ്ശേരി പറഞ്ഞത്. ആ സ്ത്രീ എന്നിലും ഞാൻ അവളിലും ഭ്രമിച്ചുപോയി. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ശ്രമിക്കാഞ്ഞത് ആ വക സ്ത്രീകളുമായി നോക്ക് ചേർച്ച ശാസ്ത്രവിരോധമല്ലേ എന്ന് വെച്ചിട്ടാണ്. മറ്റ് യാതൊരു പ്രയാസവുമില്ല. ചെറുശ്ശേരി നമ്പൂതിരി: ശാസ്ത്രവിരോധമായതൊന്നും ചെയ്യരുത്. ഇവിടുത്തെ ബുദ്ധിയുടെ മാതിരി ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത്രയെല്ലാം ആഗ്രഹം അവളിൽ തോന്നിയിട്ടും ആ ആഗ്രഹം ശാസ്ത്രവിരുദ്ധമെന്നോർത്ത് ഇല്ലാതാക്കിയത് ഇവിടുത്തെ ഒരു ധൈര്യം തന്നെ. നമ്പൂതിരിപ്പാട്: ചിലപ്പോൾ എനിക്ക് ഇതിലെല്ലാം വലിയ ധൈര്യമാണ്. കോപ്പാട്ട് കുമിണിയെ ഞാൻ വളരെ കുഴക്കി. ആ കഥ കേൾക്കണോ? ചെറുശ്ശേരി നമ്പൂതിരി: അതിവിടെ നിന്നാളൊരു ദിവസം പ്രസ്താവിച്ചു കേട്ടു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്നു മുതൽക്കാണ് ഇവിടുന്ന് അതിധൈര്യവാൻ എന്ന് എനിക്ക് വിശ്വാസം വന്നത്. നമ്പൂതിരിപ്പാട്: എന്നാൽ ഈ വെള്ളക്കാരുടെ സ്ത്രീകളുടെ നിറം ബഹുവിശേഷം തന്നെ. ഇന്ദുലേഖയുടെ നിറം എന്താണ്? ചെറുശ്ശേരി നമ്പൂതിരി: നല്ല സ്വർണവർണം. നമ്പൂതിരിപ്പാട്: എന്റെ നിറത്തേക്കാൾ അധികമോ? ചെറുശ്ശേരി നമ്പൂതിരി: ആ കഥ എന്തിനു ചോദിക്കുന്നു? നമ്പൂതിരിയുടെ നിറമൊന്നു വേറെ തന്നെയാണ്. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി ഇപ്പോൾ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ നിറം ഇന്ദുലേഖയുടെ നിറത്തേക്കാൾ അധികം നന്നോ? ചെറുശ്ശേരി നമ്പൂതിരി: ഇങ്ങനെ ചോദിക്കുന്നതാണ് എനിക്ക് ആശ്ചര്യം. സംശയമില്ലാത്ത കാര്യത്തിൽ പിന്നെയും ചോദിച്ചാലോ? നമ്പൂതിരിപ്പാട്: ആട്ടെ, ചെറുശ്ശേരി എന്നെയും കണ്ടിട്ടുണ്ട്, ഇന്ദുലേഖയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളുടെയും ശൃംഗാരാദിരസങ്ങളെയും സാമർഥ്യത്തെയും ചെറുശ്ശേരി വേണ്ടവണ്ണം അറിയും. എല്ലാം കൊണ്ടും നോക്കിയാൽ ആ കുട്ടിക്ക് എന്നെ ബോധിക്കുമെന്നും ചെറുശ്ശേരിക്ക് ബോധ്യമുണ്ടോ? ചെറുശ്ശേരിയുടെ ബോധ്യമാണ് എനിക്ക് ബോധ്യം. ചെറുശ്ശേരി നമ്പൂതിരി: എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? കഷ്ടം, അത് ഞാൻ മുമ്പേ തന്നെ തീർച്ചയാക്കിയ കാര്യമാണല്ലോ. ആ കുട്ടി നമ്പൂതിരിയെ കണ്ടാൽ ആ നിമിഷം സഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൾ അതിസരസയാകയാൽ നമ്പൂതിരിയെ കാണുന്ന ക്ഷണം നമ്പൂതിരിയുടെ ഗുണം അവൾ മനസ്സിലാക്കുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. മനസ്സിലാക്കിയാൽ പിന്നെ ഉണ്ടാവുന്നതെന്തെന്ന് ഞാൻ പറയണോ? കുട്ടിക്ക് നമ്പൂതിരിയെ ബോധിക്കുമോ എന്ന് ചോദിക്കുകയോ? നല്ല ചോദ്യം. എപ്പോഴാണ് പുറപ്പെടാൻ വിചാരിക്കുന്നത്? നമ്പൂതിരിപ്പാട്: നാളെ രാവിലെ. ചെറുശ്ശേരി കൂടെ തന്നെ വന്നാലേ എനിക്ക് രസമുള്ളൂ. പിന്നെ 2 കുട്ടിപ്പട്ടന്മാർ. കാര്യസ്ഥൻ നാരായണൻ, 6 ബാല്യക്കാരും ഗോവിന്ദനും മാത്രം മതി. ചെറുശ്ശേരി മഞ്ചലിൽ എന്റെ പല്ലക്കിന്റെ കൂടെ തന്നെ. ഇന്ദുലേഖയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ നല്ലൊരു പല്ലക്കും 8 ആളെയും കൂടെ തന്നെ കൊണ്ടുപോകണം. ചെറുശ്ശേരി നമ്പൂതിരി: അത് പിന്നെ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയിട്ട് തന്നെ ആവശ്യമില്ല. പല്ലക്ക് ഇന്ദുലേഖയുടെ ഭവനത്തിൽ തന്നെ 5ഓ 6ഓ ഉണ്ട്. നമ്പൂതിരിപ്പാട്: ശരി, എന്നാൽ കൊണ്ടുപോണ്ട. ചെറുശ്ശേരി അപ്പനെ പോയൊന്ന് അറിയിക്കും. ചെറുശ്ശേരി നമ്പൂതിരി: അപ്പോൾ നാളെ എങ്ങനെ പോകുന്നു? നാളെ ഇവിടെ രാമപ്പണിക്കരുടെ കഥകളി നിശ്ചയിച്ചിട്ടില്ലേ? നമ്പൂതിരിപ്പാട്: നാളേക്കാണോ? ശരി, വേണ്ടതില്ല. കളിച്ചോട്ടെ, നോക്കു പോവുക. ഉണ്ണികൾ കാണട്ടെ. മടങ്ങി വന്നിട്ട് 2-3 അരങ്ങ് കളിപ്പിക്കാം. ഇന്ദുലേഖയ്ക്കും കാണാമല്ലോ. ചെറുശ്ശേരി നമ്പൂതിരി: രാമപ്പണിക്കർക്ക് മറ്റന്നാൾ നിശ്ചയമായി പോണമെന്നാണ് പറഞ്ഞത്. നമ്പൂതിരിപ്പാട്: എന്നാൽ യാത്ര മറ്റന്നാളാക്കിയാലോ? ചെറുശ്ശേരി നമ്പൂതിരി: അതാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: വേണ്ട, കളിക്കാർ ഇനിയത്തെ കൊല്ലം വരുമല്ലോ. ചെറുശ്ശേരി നമ്പൂതിരി: എന്ത് സേവ? നമ്പൂതിരിപ്പാട്: ഇഷ്ടം പോലെ ഞാൻ വിവരം കളിക്കാരോട് പറയാം. സൂര്യ നമ്പൂതിരിപ്പാട്ടിലേക്ക് കളിയിലും ഇന്ദുലേഖയിലുമുള്ള 2 വിധമായ ആസക്തികൾ അന്യോന്യം പിണങ്ങി അദ്ദേഹത്തെ കുറേ നേരം വളരെ വ്യസനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കുറെ വിചാരിച്ച് ഒടുവിൽ നമ്പൂതിരിപ്പാട്: ഞാൻ നാളെ അവിടെ എത്തുമെന്ന് എഴുത്തയച്ചുപോയി. ചെറുശ്ശേരി നമ്പൂതിരി: എപ്പോൾ അയച്ചു? നമ്പൂതിരിപ്പാട്: കുളപ്പുരയിൽ വെച്ച് ചെറുശ്ശേരിയെ വിളിക്കാൻ ആളെ അയച്ച ഉടനെ കറുത്തേടത്തിന് മറുപടി അയച്ചുപോയി. ചെറുശ്ശേരി നമ്പൂതിരി: അതുകൊണ്ടെന്താണ് വിഷമം? ഇപ്പോൾ തന്നെ 2ാമതൊരു എഴുത്തയക്കണം. മറ്റന്നാളാണ് വരുന്നതെന്ന്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ആദ്യം തന്നെ പുത്തരിയിൽ കല്ല് കടിച്ച മാതിരി ഒരു മനോവ്യസനമോ കുണ്ഠിതമോ ഉണ്ടാകുന്നത് ശരിയോ? അവൾ നാളെ ഞാൻ എത്തുമെന്ന് കാത്തിരിക്കും. ചെറുശ്ശേരി നമ്പൂതിരി: ഒരിക്കലും ഇന്ദുലേഖയ്ക്ക് ഒരു മനോവ്യസനവും കുണ്ഠിതവും ഇതുകൊണ്ടുണ്ടാവുകയില്ല. അതിന് ഞാൻ ഉത്തരവാദി. നാളത്തെ യാത്ര മറ്റന്നാളാക്കിയാൽ എന്തൊരു വൈഷമ്യമാണ്. പിന്നെ നമ്പൂതിരി വളരെ കാര്യങ്ങളുള്ള ആളല്ലേ. നിശ്ചയിച്ച ദിവസങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി നടന്നുവെന്ന് വരുമോ? നമ്പൂതിരിപ്പാട്: ശരി തന്നെ. എന്നാൽ രാമന്റെ വേഷം കണ്ടിട്ട് പോവാം. അങ്ങനെ ഉറച്ചു. എന്നാൽ അപ്പനോട് ഇപ്പോൾ തന്നെ അറിയിച്ചു മറുപടി വന്നു പറയൂ. ചെറുശ്ശേരി നമ്പൂതിരി: അത് ചെയ്യാം എന്നു പറഞ്ഞ് ചെറുശ്ശേരി നമ്പൂതിരി അകത്തേക്ക് കടന്നു. തെക്കിനിയിൽ തന്റെ സ്നേഹിതൻ നാരായണൻ നമ്പൂതിരിപ്പാട് നിൽക്കുന്നത് കണ്ട് അന്യോന്യം നോക്കി 2 പേരും ചിരിച്ചു. നാരായണൻ നമ്പൂതിരിപ്പാട്ടിലേക്ക്
എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവൾക്ക് ശീലഗുണം, തന്റെ ഇടം, പഠിപ്പ് ഇതുകളെക്കുറിച്ചും അവൾക്ക് അനുരൂപനായ മാധവന്റെ അവസ്ഥയെക്കുറിച്ചും ചെറുശ്ശേരി നമ്പൂതിരി നാരായണൻ നമ്പൂതിരിപ്പാട്ടിലോട് വെടുപ്പായി പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്യേഷ്ഠന്റെ ഈ തിരക്കുകളെല്ലാം കണ്ടിട്ട് കുറെ ഭ്രമം തോന്നി. നാരായണൻ നമ്പൂതിരിപ്പാട്: എന്താണ്, നാളെ തന്നെയോ യാത്ര? ചെറുശ്ശേരി നമ്പൂതിരി: നാളെ കഥകളി, മറ്റന്നാൾ ഇന്ദുലേഖാപരിണയം. നാരായണൻ നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി പറഞ്ഞതിൽ എനിക്ക് കുറെ സംശയം തോന്നുന്നുണ്ടേ. ഇദ്ദേഹത്തിന്റെ ഘോഷം കൂട്ടൽ കാണുമ്പോൾ കറുത്തേടത്തിന്റെ നിഷ്കർഷയാൽ ഇന്ദുലേഖയെ ഒരു സമയം ഒന്നിച്ചു കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി: അത് ആ പെണ്ണിനെയും മാധവനെയും നമ്പൂതിരി കാണാത്തതിനാൽ തോന്നുന്നതാണ്. സാധാരണ ഇങ്ങനെ തോന്നാം. ഇന്ദുലേഖയെപ്പോലെ ആ മലയാളത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയും കണ്ടിട്ടില്ല. എനിക്ക് ഇക്കാര്യത്തിൽ ലേശം ഭ്രമമില്ല. നമ്പൂതിരിയെ എത്രണ്ട് വഷളാക്കി വിടുമോ എന്ന സംശയമേ ഉള്ളൂ. നാരായണൻ നമ്പൂതിരിപ്പാട്: എന്താണ് പറയുന്നത്? കറുത്തേടം തീർച്ചയായും എഴുതിയിരിക്കുന്നു. ഒന്നും ആലോചിക്കാതെ അങ്ങനെ എഴുതുമോ? ചെറുശ്ശേരി നമ്പൂതിരി: ആട്ടെ, 2-3 ദിവസത്തിലകത്ത് തീർച്ചയാവുന്ന കാര്യത്തെക്കുറിച്ച് നോം എന്തിനിത്ര തർക്കിക്കുന്നു? എനിക്ക് അപ്പൻ നമ്പൂതിരിയെ കാണണം. എവിടെയാണ്? നാരായണൻ നമ്പൂതിരിപ്പാട്: മുകളിൽ കിടക്കുന്നു. എന്തിനാണ്? ഈ വിവരം അറിയിക്കാനാണോ? ചെറുശ്ശേരി: അതെ എന്നു പറഞ്ഞു മുകളിലേക്ക് പോയി. അപ്പൻ നമ്പൂതിരിയെ അറിയിച്ചു മടങ്ങി സൂര്യ നമ്പൂതിരിപ്പാട്ടിലെ പത്തായപുര മാളികയിലേക്ക് ചെന്നു. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരിയാണ് ഈ വികടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കഥകളി എന്താണ് സാരം? നാളെ തന്നെ പോയാൽ എന്താണ്? ചെറുശ്ശേരി നമ്പൂതിരി: ഇപ്പോൾ തന്നെ മറ്റന്നാളാണ് പുറപ്പെടുന്നത് എന്ന് ഞാൻ അപ്പൻ നമ്പൂതിരിയോട് പറഞ്ഞ് അനുമതി വാങ്ങിയല്ലോ. ഇനി നാളെ പുറപ്പെടുന്നത് ശരിയാണോ? നമ്പൂതിരിപ്പാട്: എനിക്ക് ഇന്ദുലേഖയെ കാണാൻ വഴുകുന്നു. എന്താണ് പറഞ്ഞിട്ട് ഫലം? മറ്റന്നാൾ വൈകുന്നേരം വരെ ക്ഷമിക്കുകയോ നിവൃത്തിയുള്ളൂ. ചെറുശ്ശേരി നമ്പൂതിരി: തൽക്കാലത്തെ ഈ വ്യസനശാന്തിക്ക് ഈ സമയം മുതൽ നാളെ കളി തുടങ്ങുന്നതുവരെ കളിയുടെ രസമോർത്താൽ ഇന്ദുലേഖയുടെ വിചാരം അതുവരെ ഉണ്ടാകേയില്ല. പിന്നെ കളി കഴിഞ്ഞാൽ ഉടനെ പുറപ്പാടുമായി. പിന്നെ ഇന്ദുലേഖയെ തന്നെ വിചാരിക്കാം. വിചാരിച്ചിരിക്കുമ്പോൾ കാണുകയും ചെയ്യാമല്ലോ. അല്ലാതെ ഒരു കാര്യം നിശ്ചയിച്ചിട്ട് അതിനെപ്പറ്റി വ്യസനിക്കരുത്. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരിക്ക് അത്താഴം ഇവിടെ, ഞാൻ ഇത്തിരി കിടക്കട്ടെ എന്നു പറഞ്ഞ് നമ്പൂതിരിപ്പാട് ഉറങ്ങാൻ അറയിലേക്കും ചെറുശ്ശേരി നമ്പൂതിരി നാരായണൻ നമ്പൂതിരിപ്പാട്ടിലെ പത്തായപുര മാളികയിലേക്കും പോയി.